കോഴിക്കോട് കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തത് ഒറ്റയ്ക്കെന്ന് PNB മുൻ സീനിയർ മാനേജർ MP റിജിൽ. ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലാണ് വെളിപ്പെടുത്തൽ. പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതായും പേഴ്സണൽ ലോണിന്റെ EMI അടച്ചത് തട്ടിയെടുത്ത പണം കൊണ്ടാണെന്നും റിജിൽ മൊഴി നൽകിയിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ഡീറ്റെയിലായിട്ട് ചോദ്യം ചെയ്യുന്നുള്ളൂ. അതെ, കുറെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ മാക്സിമം കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് 2 മണിക്ക് ശേഷം ബ്രീഫിംഗ് ഉണ്ടാവും. വൈകുന്നേരത്തിലാണ് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ കേസ് ഉണ്ടായ ഉടനെ അറിയിച്ചിട്ടുള്ളതാണ്. അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് അക്കൌണ്ടുകൾ മാറ്റില്ലെന്നും ഒരു വ്യക്തി നടത്തിയ തട്ടിപ്പിന് സ്ഥാപനത്തെ മുഴുവൻ കുറ്റപ്പെടുത്താനാകില്ല എന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. എല്ലാ മാസവും അക്കൌണ്ടുകൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മേയർ പറഞ്ഞു. ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെയുള്ള ചില മാൽപ്രാക്ടീസുകൾ നടന്നു. അതുകൊണ്ട് നമുക്ക് ബാങ്കിനെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ അക്കൗണ്ടുകളൊക്കെ കുറച്ചു കാലം ഉപയോഗിക്കാതെ കിടന്ന അക്കൗണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ച് അതിനെ മുന്നോട്ട് എന്താ കൊണ്ടുപോകേണ്ടത് ഇത് പറഞ്ഞ മാതിരി വിദഗ്ധാഭിപ്രായം തേടിയിട്ടാണ് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്ന 10.7 കോടിയും അതിൻ്റെ ഇൻട്രസ്റ്റും ബാങ്ക് തരും എന്ന ഒരു പ്രോമിസ് അവർ ചെയ്തിരുന്നു. നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി മാത്രം ബോർഡ് കൂടി ആ തീരുമാനം എടുത്തു. ഇൻട്രസ്റ്റ് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഞങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് അക്കൗണ്ടുകൾ, ഇതിപ്പോൾ PNBയിലത്തെ അക്കൗണ്ടും അതിനുശേഷം ബാക്കിയുള്ള അക്കൗണ്ടുകൾ ഈ പറഞ്ഞത് മാതിരി ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എന്തായാലും ഈ PNB പണം തട്ടിയത് ഒറ്റയ്ക്കെന്ന് റിജിൽ അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടുതൽ നമുക്ക് ലഭ്യമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, മൊഴി ഏറ്റവും പ്രാഥമികമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് റിജിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാവുന്നത്. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ റിജിലിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് റിജിൽ ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നതെന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നൽകുന്നത്. ആദ്യം റിജിൽ ഈ ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. പുതിയ വീടിന്റെ പണിക്ക് വേണ്ടി ഹൗസിംഗ് ലോൺ എടുത്തിരുന്നു. ഈ പണം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയും അത് നഷ്ടമാവുകയും ചെയ്തു. അതിനെ തുടർന്ന് അത് നികത്തുന്നതിന് വേണ്ടി ഇങ്ങനെ കോർപ്പറേഷന്റെ കുറെ കാലമായി ഉപയോഗിക്കാതെ കിടന്ന അക്കൗണ്ടുകളിൽ നിന്ന് പണം റിജിൽ ആദ്യം പിൻവലിക്കുന്നു. ഈ പണം പിൻവലിച്ചതോടുകൂടി തന്നെ, ഇത് പിടിക്കപ്പെടാതിരുന്നതോടുകൂടി തന്നെ ധൈര്യമാവുന്നു. പിന്നീട് കൂടുതൽ പണം ഇങ്ങനെ പല അക്കൗണ്ടുകളിൽ നിന്നായിട്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് ചെയ്യുന്നത് തന്നെ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള റിജിലിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യം പണം മാറ്റിയ ശേഷം പിന്നീട് റിജിലിന്റെ തന്നെ മറ്റൊരു ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിക്കൊണ്ടായിരുന്നു. ഇങ്ങനെ കോഴിക്കോട് കോർപ്പറേഷന് മാത്രം 12,68,00,000 രൂപ നഷ്ടമായിട്ടുണ്ട്. അതിൽ 2,07,00,000 രൂപ കോർപ്പറേഷന് ആദ്യം തന്നെ ബാങ്ക് നൽകിയിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ബാക്കി മറ്റു പണം കൂടി 10,57,00,000 രൂപ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കോർപ്പറേഷന് നഷ്ടപ്പെട്ട മുഴുവൻ പണവും തിരികെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PNBയിലെ അക്കൗണ്ടുകൾ അവിടെ നിന്ന് മാറ്റണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഒരു വ്യക്തിയുടെ തെറ്റിന് ഇത്തരത്തിൽ ബാങ്കിനെ മൊത്തത്തിൽ പ്രതിയാക്കുന്നത് ശരിയല്ല എന്നുള്ള നിലക്കാണ് ബീന ഫിലിപ്പ് മേയർ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള കുറെ കാലമായി ക്രയവിക്രയം നടക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഉപയോഗിച്ച് ഓഡിറ്റ് ചെയ്യിപ്പിക്കും. ഈ തരത്തിൽ പണം എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളോടെയൊക്കെ ഓഡിറ്റ് ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു പ്രതിദിന സ്റ്റേറ്റ്മെന്റ് ഈ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ. പക്ഷേ റിജിലിനെ ഇനിയും കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ്, ഓഹരി വിപണിയിൽ മാത്രമാണോ പണം നഷ്ടമായിരിക്കുന്നത്, മറ്റേതെങ്കിലും തരത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ടോ, ഇതിന് ഈ തട്ടിപ്പിന് മറ്റാർക്കെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് റിജിലിനെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് കോടതിയിൽ റിജിലിനെ ഹാജരാക്കിയതിന് പിന്നാലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് റിജിലിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ തട്ടിപ്പ് 3 കോടിക്ക് മുകളിൽ ഉള്ള തട്ടിപ്പായതുകൊണ്ട് ഈ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അശ്വതി, ശരി, എന്തായാലും PNB പണം തട്ടിയത് ഒറ്റയ്ക്കെന്നാണ് പ്രാഥമികമായി റിജിൽ നൽകിയിരിക്കുന്ന മൊഴി. അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്.